പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നതിന് നമുക്കെല്ലാം പണം അത്യാവശ്യമാണ്. എന്നാൽ ഏറിയ പങ്ക് ആൾക്കാരുടെയും ദുഃഖത്തിന്റെ ഹേതു തന്നെ അത്യാവശ്യത്തിന് പോലും പണം കയ്യിലില്ലാത്തതാണ്. പലരും ദാരിദ്ര്യത്തിൽപ്പെട്ട് ഉഴലുകയാണ്. പണമില്ലാത്തവൻ പിണമെന്ന പ്രമാണവും പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുമൊക്കെ ഈ പണത്തിന്റെ ആവശ്യകതയാണ് വിളിച്ചോതുന്നത്. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ഇന്നാകട്ടെ എല്ല് മുറിയെ പണിതാലും നമ്മുടെ ആവശ്യത്തിനുള്ള ധനം നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, കയ്യിൽ വരുന്ന ധനമൊന്നും അവശേഷിക്കുന്നുമില്ല. നമ്മുടെ കയ്യിൽ ധനം കടന്നു വരുന്നതിനും അതുപോലെ തന്നെ കയ്യിൽ നിലനിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് സഹായകരമായിട്ടുള്ള ധാരാളം മന്ത്രങ്ങളും ചില ഗൂഢശാസ്ത്രങ്ങളും ഒക്കെ പൗരാണികമായ പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിവിശേഷകരമായിട്ടുള്ള ഒരു ധനരഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു രഹസ്യം എൻ്റെ അറിവില് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്മയുടെ സഹോദരൻ. പുള്ളിക്കാരൻ പട്ടാളത്തിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പട്ടാളത്തുകാരെ കുറിച്ച് പൊതുവിൽ പറയാറുണ്ടല്ലോ, കുറച്ച് ബെഡായിയൊക്കെ അടിക്കുമെന്ന്. അപ്പോൾ പുള്ളിക്കാരന് ഇതുപോലെ നാട്ടിലൊക്കെ വരുമ്പോൾ ധാരാളം ബെഡായിയൊക്കെ അടിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തള്ളുന്നതാണെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ പട്ടാളത്തിൽ ഒരു 35-40 വയസ്സിലൊക്കെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തൊക്കെ വരുമല്ലോ. അങ്ങനെ പുള്ളിക്കാരനും റിട്ടയർമെന്റ് ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന് മന്ത്രതന്ത്രാദികളിലൊക്കെ വളരെ ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ കുടുംബക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിലും പൂജ ചെയ്യുന്നതൊക്കെ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും നല്ല പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ യക്ഷികളെയും ഭൂതപ്രേതങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കഥകൾ പറയും. ഇതെല്ലാം ഞങ്ങളടുത്താണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ കേട്ടോണ്ടിരിക്കും. പലതും ഭയപ്പെടുത്തുന്ന കഥകളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സ് ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് എന്താണ് അമ്മാവ, ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോളറായിരുന്നു കേട്ടോ അതിനകത്ത്, പേഴ്സിനുള്ളിൽ. ആ ഡോളറിൻ്റെ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും ഓരോ ചുമന്ന നമ്മളെ സ്റ്റിക്കർ പൊട്ടില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റിക്കർ പൊട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് പൈസ ചോരാ ചക്രമെന്ന്. അപ്പം എനിക്ക് പൈസ ചോരാ ചക്രമോ, അതെന്താണ് സംഭവം, അതെന്താണെന്ന് ചോദിച്ചു. അത് ധനം കയ്യിൽ നിൽക്കാനുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചിരിച്ചും കൊണ്ടങ്ങ് പോയി. അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ. അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛന് പറഞ്ഞു, അത് അമ്മാവൻ്റെ ഒരു രീതിയാണ്. വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഉണ്ട്. ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയൊരു സംഭവമല്ല, കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയ ഒരു സംഭവമാണ്. ഈ പട്ടാളത്തിലൊക്കെ ചേർന്ന ആദ്യ കാലഘട്ടത്തിൽ. ആ സമയത്ത് കാശ്മീരിൽ എവിടെയോ വച്ചിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് ആരോ ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അന്ന് മുതലേ തന്നെ അതുപോലെ ഇത് സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പൈസ ചോരാ ചക്രം ഒരു ശരിയായിട്ടുള്ള രീതിയാണെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ളതിൽ തന്നെ ഏറ്റവും അധികം ധനം സമ്പാദിക്കുകയും അതുപോലെ തന്നെ അത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമ്മാവൻ. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. കാര്യം ഈ ഒരു കാര്യം വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധനം വന്നു ചേർന്നതല്ലാതെ യാതൊരു രീതിയിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം അമ്മാവനോട് ചോദിച്ചു, അമ്മാവ, ഈ ധനം വരുന്ന ഈ സംഭവം അതെങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ കയ്യിലൊന്നും ഈ ഡോളറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഡോളർ കിട്ടാനുള്ളൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഈ ധനം വരണേന് അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് നീ വിചാരിക്കുന്നല്ലേ ഡോളർ തന്നെ വേണമെന്നൊന്നുമില്ല. അതിനായിട്ട് നമ്മുടെ സാധാരണ 100 രൂപ നോട്ട് മതി. ആ 100 രൂപ നോട്ടിൻ്റെ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും ഓരോ പൊട്ട് വീതം ഒട്ടിച്ച് വയ്ക്കുക. അപ്പം അത് ചുമന്ന ഒരു വട്ടപ്പൊട്ട് അത് മതിയാവും. അല്ല, ചുവപ്പില്ല എങ്കിൽ കറുത്ത പൊട്ടായാലും മതിയാവും. അപ്പോൾ അത് അങ്ങേയറ്റത്തും ഇങ്ങേറ്റത്തും ഒട്ടിച്ച് വച്ചാൽ മതി. അപ്പോൾ നീ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നിനക്ക് ജോലിയൊക്കെ ഉള്ള സമയമാവട്ടെ. അപ്പോൾ സമ്പാദിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ഇപ്പോൾ പോയി പഠിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വിട്ടു.
വർഷങ്ങൾ കഴിഞ്ഞ് ഞാനിതങ്ങ് മറന്നുപോയി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുമൊക്കെ സംഭവിക്കുമല്ലോ. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി ഇത്തിരി ഞെരുക്കം വരുന്ന ഒരു ടൈം ഉണ്ടായി. അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജോലിയൊന്നും അങ്ങനെ സ്റ്റേബിളൊന്നും അല്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ടൈം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ ഉറക്കം വരുന്നില്ല. അങ്ങനെ വരാതെ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് എനിക്കിങ്ങനെ അമ്മാവന് അന്ന് പറഞ്ഞ ഈ ധനം ചോരാ ചക്രം എന്ന് പറഞ്ഞ ആ സംഭവത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് എൻ്റെ പേഴ്സ് എടുത്തു. പേഴ്സിനുള്ളിൽ നിന്ന് ഒരു 100 രൂപ നോട്ടെടുത്തിട്ട് അപ്പോൾ തന്നെ പുതിയ 2 പൊട്ടെടുത്ത് അതിൽ ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് അത് തിരികെ അതുപോലെ തന്നെ പേഴ്സിൽ വെച്ചു. ഞാനന്ന് ഈ ആണുങ്ങൾ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ആ പൈസയൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ തന്നെ ഞാനങ്ങ് മടക്കി വെച്ചു. ആദ്യത്തെ 1-2 മാസമൊന്നും എനിക്ക് വളരെ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ സ്റ്റേബിളായി. അത്യാവശ്യം ധനമൊക്കെ കൈവന്നു തുടങ്ങി. അതുമാത്രമല്ല, ലൈഫ് കുറച്ചുകൂടെയൊക്കെ സ്മൂത്തായി. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധമൊക്കെ മാറി. ഒരു സമാധാനപരമായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളൊരു ഇതായി. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മളൊരു സ്റ്റേബിളായിട്ട് സ്മൂത്ത് ട്രാക്കിലൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ജീവിതത്തിൽ ഈ ഒരു ഇതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇതെൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെയാണ് എന്ന് വിശ്വസിക്കാനൊരു മനസ്സിനൊരു ഒരുക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോന്ന് യുക്തിയുടെ ഒരു രീതിയിലും കൂടെ ചിന്തിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവൾ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു. അവളെ പേഴ്സ് അപ്പോൾ തന്നെ മേടിച്ചിട്ട് 100 രൂപ നോട്ടെടുത്ത് അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസി സെൻറ്ററിൽ കയറിയിട്ട് ഒരു ബിന്ദി വാങ്ങിച്ചു. നമ്മൾ ഒരു സ്റ്റിക്കർ പൊട്ടിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് 2 ചുമന്ന പൊട്ടുകൾ ഈ നോട്ടിൽ ഒട്ടിച്ച് അപ്പോൾ തന്നെ അവളോട് അത് പേഴ്സിൽ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പേഴ്സ് നിറയെ മരുന്നുകളും കൂർപ്പടികളും ഒക്കെയാണ്. അന്നേ അമ്മാവൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഈ മരുന്നുകൾ നമ്മുടെ ധനം ചോർന്നു പോകുന്ന സംഭവങ്ങളൊന്നും ധനത്തെ ആകർഷിച്ചുകൊണ്ട് വയ്ക്കുന്ന ഈ ഒരു സംഭവത്തിൽ വയ്ക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ഗുളികകളെയൊക്കെ എടുത്ത് മാറ്റി, ആ കുറിപ്പടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ പൈസ മാത്രം അതിനുള്ളിലോട്ട് വെച്ചു. മറ്റ് പൈസയൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് വെച്ചു. പിന്നെ ഞാൻ അവളെ കാണുന്നത് ഒരു 1-1.5 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോഴത്തേക്കും അവളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പത്തിക പ്രതിസന്ധി എന്ന് വെച്ചാൽ അത്രയും പീക്കിൽ നിന്നിരുന്ന സമയത്ത് അവൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വിൽക്കാതെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം വിറ്റു. അപ്പോൾ അതിനുള്ള പൈസ കിട്ടി. അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒന്ന് സോൾവായി. പുതിയതായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തു. അത് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. അങ്ങനെ ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആളെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവളെ തന്നെ പറഞ്ഞു, എടി നീ അന്ന് തന്ന ആ ബിന്ദി വെച്ചതിന് ശേഷം എനിക്കിപ്പോൾ വളരെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും അതെൻ്റെ പേഴ്സിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. അത് അത്രയും പവിത്രമായിട്ട് ഞാനതിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അന്ന് അങ്ങനെ ഒരു അറിവ് എനിക്ക് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റുള്ളവർ വിശ്വസിക്കുകയോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ടെക്സ്റ്റൈൽസിൻ്റെ ഡ്രോയിലും ഇതുപോലെ ഒരു നോട്ട് വച്ചിട്ടുണ്ട്. എന്തോ നമ്മുടെ ഈ നാട്ടാചാരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ഇത്രത്തോളം പവർ ഉണ്ടെന്ന് നമ്മുടെ ലൈഫിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറിവ് എനിക്ക് ഉപയോഗപ്രദമായി തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെ കിട്ടാനില്ലല്ലോ. നിങ്ങൾക്കിത് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്കിത് യാതൊരു നഷ്ടമില്ല. ഒരു 100 രൂപ നോട്ടിൽ 2 പൊട്ടൊട്ടിച്ച് വയ്ക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇത്രയും വലിയൊരു നേട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുകയാണ് എങ്കിൽ അത് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. എന്തായാലും ഒത്തിരി പേർക്കത് ഗുണകരമായി ഗുണാനുഭവങ്ങൾ നൽകിയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അനുഭവ സാക്ഷ്യത്തോടു കൂടി തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിലും ഇത് മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരാൻ സഹായിക്കുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്കത് ഗുണപ്രദമായി തോന്നുകയാണെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരില്ലേ നമുക്ക് ചുറ്റും. അങ്ങനെയുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അവർക്കും കൂടെ ഇത് ഉപകാരപ്രദമായി തീരട്ടെ. ഒരറിവും വെറുതെ അല്ലല്ലോ, അത് ഒരാൾക്കും കൂടെ പ്രയോജനപ്രദമാവുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഠത്തിൽ നടക്കുന്ന ശാക്തേയമായ പൂജകളിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. അതിനായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് എന്നിവ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം കൂടി ഇതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ആ പ്രാർത്ഥനകളെ കൂടി പൂജാവേളയിൽ ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ഉപയോഗപ്രദമായ അറിവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.